Hello dear students, welcome back to the fifth part of our MCQ discussion. ഇപ്പോൾ കഴിഞ്ഞ 4 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 150ഓളം ചോദ്യങ്ങൾ അനലൈസ് ചെയ്തു. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. നേരെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഒരു ലിസ്റ്റ് മാച്ചിങ് ആണ്. ഇതിൽ ലിസ്റ്റ് 1 കൊടുത്തിരിക്കുന്ന ആക്യുറസി, പ്രിസിഷൻ, സെൻസിറ്റിവിറ്റി, റെസൊല്യൂഷൻ, എറർ. ലിസ്റ്റ് 2 deviation from true value, ratio of output signal to input signal, closeness to true value, measure of responsibility. It's not responsibility, it is repeatability. The last one is smallest measurable value. ആദ്യത്തെ ലിസ്റ്റ് 1 ആദ്യത്തെ പാരാമീറ്റർ എടുക്കാം. ദാറ്റ് ഈസ് പി, നത്തിങ് ബട്ട് ആക്യുറസി. അപ്പോൾ ഇതിൽ ആക്യുറസി ഏതുമായിട്ടാണ് കൃത്യമായിട്ട് മാച്ച് ആവുക? ഡീവിയേഷൻ ഫ്രം ട്രൂ വാല്യൂ, റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ റെസ്പോൺസ് ടു ദ ചേഞ്ച് ഇൻ ഇൻപുട്ട് സിഗ്നൽ, ക്ലോസ്നെസ് ടു ദ ട്രൂ വാല്യൂ. യെസ്, അപ്പോൾ ഇവിടെ നോക്കുക, ഡീവിയേഷൻ ഫ്രം ട്രൂ വാല്യൂ ഉണ്ട്, അതേപോലെ ക്ലോസ്നെസ് ടു ദ ട്രൂ വാല്യൂ ഉണ്ട്. അപ്പോൾ ഇത് ഡീവിയേഷൻ ഫ്രം ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? എററാണ്. കൺഫ്യൂസ് ആവേണ്ട, എററാണ്. ക്ലോസ്നെസ് ടു ദ ട്രൂ വാല്യൂ ആണ് ആക്യുറസി. അപ്പോൾ നമുക്കിത് 3 മാച്ച് ചെയ്യും. രണ്ടാമത്തത് പ്രിസിഷനാണ്. പ്രിസിഷൻ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ്? 4th വൺ ആണ് അല്ലേ? മെഷർ ഓഫ് റിപ്പീറ്റബിലിറ്റി അല്ലെങ്കിൽ മെഷർ ഓഫ് റീപ്രൊഡ്യൂസബിലിറ്റി. അതിനാണ് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റുന്നത്. സോ ക്യൂ മാപ്പ് ടു 4. നെക്സ്റ്റ് വൺ 6 എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റിയാണ്. സെൻസിറ്റിവിറ്റീൻ്റെ ഡെഫിനേഷൻ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? 2 ആണല്ലേ? റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ റെസ്പോൺസ് ടു ദ ചേഞ്ച് ഇൻ ദ ഇൻപുട്ട് സിഗ്നൽ. അപ്പോൾ നമുക്ക് 6നെ 2 മാപ്പ് ചെയ്യാം. ഇനി അടുത്തത് റെസൊല്യൂഷനാണ്. എസ് എന്ന് പറയുന്നത് റെസൊല്യൂഷനാണ്. ഇതിൽ റെസൊല്യൂഷൻ മാച്ച് ആവുന്ന ഏതാണ്? സ്മോളസ്റ്റ് മെഷറബിൾ ഇൻക്രിമെൻ്റ് എന്നാണ് നമ്മൾ ഡെഫിനിഷൻ പഠിച്ചത് അല്ലേ? സ്മോളസ്റ്റ് മെഷറബിൾ ഇൻക്രിമെൻറ്റ്. സോ സ്മോളസ്റ്റ് മെഷറബിൾ വാല്യൂ എന്ന് പറയുന്നത് ആൻസർ നമുക്ക് എസ്സിലേക്ക് മാപ്പ് ചെയ്യാം. നൗ ടി എററാണ്. സോ ലുക്ക് അറ്റ് ദ ഫസ്റ്റ് വൺ. നമ്മളോട് പറഞ്ഞു ഡീവിയേഷൻ ഫ്രം ദ ട്രൂ വാല്യൂ ആണ് എറർ. സോ T1. ഇപ്പോൾ ഇത് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് മാച്ച് ആവുന്നത്? ഓപ്ഷൻ എ കറക്റ്റ് ആണ് അല്ലേ? P23, Q24, R22, S25, T21. ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Multimeters are provided with separate scales for low AC voltages. ഇതിന് കാരണം ചോദിച്ചിരിക്കുന്നത് ഒന്ന് ടു ഹാവ് ഹൈ ആക്യുറസി, രണ്ടാമത്തത് ടു ഇംപ്രൂവ് ദ റീഡബിലിറ്റി ഓഫ് ദ സ്കെയിൽ, മൂന്നാമത്തത് ബോത്ത് എ ആൻഡ് ബി, നാലാമത്തത് നൺ ഓഫ് ദിസ്. അപ്പോൾ അനലോഗ് മൾട്ടിമീറ്ററിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അനലോഗ് മൾട്ടിമീറ്റർ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് സ്കെയിൽസ് ഉണ്ടാവും അല്ലേ? ഒരൊറ്റ പോയിൻ്ററും ഒരുപാട് സ്കെയിലുകൾ ഉണ്ടാവുക. അപ്പം നമുക്കിവിടെ ഡി സി വോൾട്ടേജ്, എ സി വോൾട്ടേജ്, ഡി സി കറണ്ട്, ഓം മീറ്ററിൻ്റെ ഭാഗം എന്നിങ്ങനെ പല ഭാഗങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അതിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സ്കെയിലുകൾ വരാനുള്ള കാരണം മൾട്ടിമീറ്ററിൽ നമുക്ക് ഒരുപാട് റേഞ്ച് എക്സ്റ്റൻഷൻ പോസിബിൾ ആണെന്നുള്ളതുകൊണ്ടാണ്. റേഞ്ച് എക്സ്റ്റൻഷൻ പോസിബിളാണ്. അപ്പോൾ എങ്ങനെയാണ് റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് അറിയായിരിക്കും. വോൾട്ട് മീറ്റർ ആണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലയർ എന്ന് പറയുന്ന ഹൈ റെസിസ്റ്റൻസ് മീറ്ററിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടും, ഈ റെസിസ്റ്റൻസിൻ്റെ പേരാണ് മൾട്ടിമീറ്റർ. വോൾട്ട് മീറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ വോൾട്ട് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒരു ഗാലനോമീറ്ററിനെ. ഇനി നമ്മൾ കറണ്ട് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ മീറ്ററിന് പാരലായിട്ടാണ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് വളരെ ലോ റെസിസ്റ്റൻസ് ആയിരിക്കണം. അതിന് പറയുന്ന പേരാണെന്ത്? ഷണ്ട് റെസിസ്റ്റൻസ്. അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എ സി വോൾട്ടേജ് മെഷർ ചെയ്യുന്ന സമയത്ത് അതിനെ ആദ്യം എന്ത് ചെയ്യണം? ഒരു റെക്ടിഫയർ സർക്യൂട്ടിലേക്ക് കടത്തി വിടണം അല്ലേ? റെക്ടിഫയർ സർക്യൂട്ടിലേക്ക് കടത്തി വിട്ടിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുക. ഓം മീറ്റർ ആണെങ്കിൽ നമുക്ക് മൾട്ടിമീറ്ററിൻ്റെ ഉള്ളിൽ ഉള്ള ബിൽറ്റ് ഇൻ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് ഒരു കറണ്ട് ഇതിലൂടെ പാസ് ചെയ്ത് ഈ റെസിസ്റ്റൻസ് കാരണം എത്ര വോൾട്ടേജ് ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നു. ആ വോൾട്ടേജിനെ അഗെയിൻ നമ്മൾ നോൺ കറണ്ട് ആയതുകൊണ്ട് റെസിസ്റ്റൻസിലേക്ക് കാലിബ്രേറ്റ് ചെയ്യുക ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള
ഡിസൈനാണ് ആക്ച്വലി പല സ്കെയിലുകൾ വരാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റിയൊന്നും നമ്മൾ ഓപ്ഷനിൽ പറഞ്ഞിട്ടില്ല. സോ ഡി നൺ ഓഫ് ദിസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഓമീറ്റർ സെക്ഷൻ ഓഫ് ടിപ്പിക്കൽ വോൾട്ട്മീറ്റർ ഈസ് യൂസ് ടു മെഷർ. ഓമീറ്റർ സെക്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? താരതമ്യേന എളുപ്പമുള്ളൊരു ചോദ്യമാണ് അല്ലേ. ഓപ്ഷൻസ് നോക്കാം. എ റെസിസ്റ്റൻസ്, ബി വോൾട്ട്മീറ്റർ, ഓപ്ഷൻ സി കറണ്ട്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. അപ്പോൾ ഓമീറ്റർ സെക്ഷൻ റെസിസ്റ്റൻസ് അളക്കാൻ വേണ്ടിയിട്ടാണ്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. സോ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Electric voltmeters which use rectifiers employ negative feedback. Electric voltmeters which use rectifiers employ negative feedback. To എന്തിനു വേണ്ടിയിട്ടാണ്? Improve stability, to overcome non-linearity of diodes, increase the overall gain, all of these. I think question നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് വളരെ ചെറിയ രീതിയിൽ ഉണ്ടാവുമെങ്കിലും കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? ഓവർകം നോൺ ലീനിയാരിറ്റി ഓഫ് ഡയോഡ്സ്. ഡയോഡ്സിന് നോൺ ലീനിയാരിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വോൾട്ട്മീറ്റേഴ്സ് വിച്ച് യൂസ് റെക്ടിഫയേഴ്സിൽ എന്ത് വരുന്നത്? നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻക്രീസസ് ദ ഓവറോൾ ഗെയിൻ എന്ന് പറയുന്ന ആൻസറും തെറ്റാണ്. ബിക്കോസ് നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നെങ്കിൽ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഗെയിൻ താഴേക്ക് റെഡ്യൂസ് ആവുകയാണ് ചെയ്യുക. സോ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A chopper stabilized AC amplifier may use dash devices as choppers. അപ്പോൾ ചോപ്പർ സ്റ്റെബിലൈസ്ഡ് AC ആംപ്ലിഫയറിൽ എന്ത് ഡിവൈസാണ് ചോപ്പേഴ്സായിട്ട് ഉപയോഗിക്കുന്നതെന്നാണ്. അപ്പോൾ ഒരുപാട് ഡിവൈസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മോസ്ഫെറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി ലൈറ്റ് ആക്ടിവേറ്റഡ്. അപ്പോൾ നമുക്ക് ഓൾ ഓഫ് ദീസ് ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിപ്പോകുന്നത്. ഓൾ ഓഫ് ദീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പർപ്പസ് ഓഫ് CRO probe ഈസ് ടു ഡാഷ് ഇംപ്രൂവ് CMMR ഓഫ് ഇൻപുട്ട് സ്റ്റേജ് ഓഫ് CRO, ഡു ഇംപിഡൻസ് മാച്ചിങ്, കോമ്പൻസേറ്റ് ഫോർ കേബിൾ ആൻഡ് CRO ഇൻപുട്ട് കപ്പാസിറ്റൻസ്, മെഷർ ഹൈ വോൾട്ടേജ് ബൈ പൊട്ടൻഷ്യൽ ഡിവിഷൻ. ആക്ച്വലി ഹൈ വോൾട്ടേജ് നമുക്ക് പൊട്ടൻഷ്യൽ ഡിവിഷൻ വഴി മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഏകദേശം x/10 റേഷ്യോയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത് റോങ് ആൻസറാണ്. CMMR ഓഫ് ഇൻപുട്ട് സ്റ്റേജ് ഓഫ് CRO നമുക്ക് അഡീഷണലി വേണമെങ്കിൽ ചെയ്യാം. കോമ്പൻസേറ്റ് ഫോർ കേബിൾ കപ്പാസിറ്റി, റിട്ടേൺ കേബിൾ കപ്പാസിറ്റൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും നല്ല കേബിൾ ആണെങ്കിൽ. പക്ഷേ ഇതിൻ്റെ പ്രാഥമികമായ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഇമ്പിഡൻസ് മാച്ചിങ് ആണ്. അപ്പോൾ അതിനുവേണ്ടി തന്നെ പ്രോപ്പറായിട്ട് ഇമ്പിഡൻസ് മാച്ചിങ് വളരെ കാര്യമായിട്ട് സീരിയസ് ആയിട്ടുള്ള ലെവലിൽ ഇമ്പിഡൻസ് മാച്ചിങ് ചെയ്യണമെങ്കിൽ ഇമ്പിഡൻസ് പ്രോബ് എന്ന് പറഞ്ഞൊരു പ്രോബ് തന്നെയുണ്ട്. ഇമ്പിഡൻസ് പ്രോബ്സ്. അപ്പം ഇതിൻ്റെ പ്രധാന ഉദ്ദേശം ആക്ച്വലി എന്തിനാണ്? ഇമ്പിഡൻസ് മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇലക്ട്രോൺ ഗൺ ഓഫ് എ CRO ഹാസ്. ഇലക്ട്രോൺ ഗൺ ആണ് പറയുന്നത്. ഇലക്ട്രോൺ ഗൺ ഓഫ് എ CRO ഹാസ് എന്തൊക്കെയാണ്? ഗ്രിഡ്. ഒരു ഗ്രിഡ് ഉണ്ട് അല്ലേ? ഗ്രിഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്, ഫോക്കസിങ് സെക്ഷൻ ഉണ്ട്. സോ എല്ലാം ഇലക്ട്രോൺ ഗണ്ണിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ഇലക്ട്രോൺ ഗൺ നമ്മൾ ഇത്തരത്തിൽ വരയ്ക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ഹീറ്ററാണ് ഉണ്ടാവുക അല്ലേ? ഹീറ്റർ, ബേരിയം പോലത്തെ ക്രിസ്റ്റലുകൾ ഹീറ്റ് ചെയ്യിപ്പിച്ചാണ് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഫോക്കസ് ചെയ്യും, പിന്നെ നമ്മൾ ആക്സിലറേറ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ പ്ലേറ്റ് സിസ്റ്റത്തിലേക്ക് കടത്തിവിടും. ലാസ്റ്റ് നമ്മൾ അതിൻ്റെ സ്ക്രീനിൽ അതിനെ പതിപ്പിക്കും. അപ്പം ഇത്രയും സെക്ഷൻസ് ആക്ച്വലി ഇലക്ട്രോൺ ഗണ്ണിൻ്റെ ഭാഗം തന്നെയാണ്. ഇനി ഇലക്ട്രോൺ ഗണ്ണിൻ്റെ ഭാഗമല്ലാത്തത് ഇതിൻ്റെ സർക്യൂട്ടറിയാണ്. അതായത് ഇതിൻ്റെ ടൈം ബേസ് ജനറേറ്റർ, അതുപോലെ തന്നെ ട്രിഗർ സർക്യൂട്ട്, പിന്നെ ഡിലേ ലൈൻ എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്. ഇതെല്ലാം ഇതിന് എക്സ്റ്റേണലായിട്ട് വരുന്നതാണ്. സോ ഇവിടെ ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഓൾ ഓഫ് ദീസ് ആണ് റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, എ CRO spot deflections related to its fixed applied voltage V and deflection sensitivity S as, very important question,
CROൻ്റെ സ്പോട്ട് ഇപ്പോൾ ഇതാണ് സ്ക്രീനെങ്കിൽ ഇവിടെയുള്ള സ്പോട്ട് ഇത്രയും ദൂരം ഡിഫ്ലക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു ഡിഫ്ലക്ഷൻ എന്തിനൊക്കെ ലൈക്ക് ഡിഫ്ലക്ഷൻ സംഭവിക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് വിയും CROൻ്റെ ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് എസ്സും ആണെങ്കിൽ V ഇൻറ്റു എസ് ആയിരിക്കും. ഓക്കെ, സോ ബി ആണ് കറക്റ്റ് ആൻസർ. V ഇൻറ്റു എസ് സ്ക്വയർ ഒരു ആൻസറാണ്, V ഒരു ആൻസറാണ്, V ഇൻറ്റു എസ് റൈസ് ടു -1 ഒരു ആൻസറാണ്. സോ V ഇൻറ്റു എസ് ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, A CRO can be used to measure. CRO എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ വേണ്ടി മാത്രം, വേവ് ഫോം അനലൈസിസ്, വേവ് ഫോം മെഷർമെൻറ്റിന് മാത്രം, വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി മാത്രം, ഓൾ ദി അബവ് എല്ലാം പറ്റും അല്ലേ? സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, when the phase shift between same frequency signals applied to both horizontal and vertical plates is 90 degree, then the figure on the screen is. ഫേസ് ഷിഫ്റ്റ് ബിറ്റ്വീൻ സെയിം ഫ്രീക്വൻസി ആണ്, ഫ്രീക്വൻസി ഡിഫറൻസ് ഇല്ല, സെയിം ഫ്രീക്വൻസി ആണ്, പക്ഷേ അതിൻ്റെ ഡിലേ എത്രയാണ്? 90 ഡിഗ്രി ഡിലേ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് എന്തായിരിക്കും? സർക്കിൾ ആയിരിക്കോ, പാരാബോള ആയിരിക്കോ, ഹൈപ്പർബോള ആയിരിക്കോ, സ്ട്രേറ്റ് ലൈൻ ആയിരിക്കോ? ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് എ സ്ട്രേറ്റ് ലൈൻ, പാരാബോള അല്ല, ഹൈപ്പർബോള അല്ല, ബിക്കോസ് ദീസ് ആർ നോട്ട് കംപ്ലീറ്റ്. കറക്റ്റ് 90 ഡിഗ്രി ലാഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു സർക്കിൾ ആയിരിക്കും. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അക്വാഡാഗ് ഈസ് യൂസ്ഡ് ഇൻ എ CRO ടു കളക്ട്. അപ്പോൾ അക്വാഡാഗ് എന്ന് പറയുന്ന ഒരു ഗ്രാഫൈറ്റ് സൊല്യൂഷനാണ്. ഇറ്റ്സ് എ ഗ്രാഫൈറ്റ് സൊല്യൂഷൻ. അത് ഈ സ്ക്രീനിൻ്റെ ഈ ഭാഗങ്ങളിലെല്ലാം കോട്ട് ചെയ്തിട്ടുണ്ടാവും, പെയിൻറ്റ് ചെയ്തിട്ടുണ്ടാവും ഉൾഭാഗത്ത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൈമറി എമിഷൻ ഓഫ് ഇലക്ട്രോൺസ്, പ്രൈമറി എമിഷൻ ഓഫ് ഇലക്ട്രോൺസ്, സെക്കൻഡറി എമിഷൻ ഓഫ് ഇലക്ട്രോൺസ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദീസ്. ഇപ്പോൾ CROയ്ക്കുള്ളിൽ പ്രൈമറി എമിഷനും നടക്കുന്നുണ്ട്, സെക്കൻഡറി എമിഷൻ നടക്കുന്നുണ്ട്. പ്രൈമറി എമിഷൻ നടക്കുന്നത് എവിടെയാണ്? ഇവിടെയുള്ള ഹീറ്റർ, ബേരിയം ഹീറ്റർ നമ്മൾ HV കൊടുത്ത്, ഹൈ വോൾട്ടേജ് കൊടുത്തിട്ട് ഇതിനെ ചൂടാക്കിയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രൈമറി എമിഷൻ നടത്തുന്നത്. അപ്പോൾ ഈ എമിഷൻ നടത്തുന്ന ഇലക്ട്രോൺസ് പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു, പല സെറ്റ് ആംപ്ലിഫിക്കേഷന് വിധേയമാകുന്നു, ഫോക്കസിങ്ങിന് വിധേയമാകുന്നു, കൺട്രോൾ ഗ്രിഡിൻ്റെ ഉള്ളിൽ പോകുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇത് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഇതിനകത്തുനിന്ന് ഇലക്ട്രോൺസ് സെക്കൻഡറി എമിഷനായിട്ട് പുറത്തേക്ക് പോകാറുണ്ട്, സെക്കൻഡറി എമിഷൻ. അപ്പോൾ അങ്ങനെ സെക്കൻഡറി എമിഷൻ നടന്നു കഴിഞ്ഞാൽ സെക്കൻഡറി എമിഷൻ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് ഈ CROൻ്റെ ഈ ഒരു പാർട്ടിൽ എവിടെയും പോയി ഹിറ്റ് ചെയ്യാതെ അതിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രാഫൈറ്റ് സൊല്യൂഷൻ കോട്ട് ചെയ്യുന്നത്. അതിൻ്റെ പേരാണെന്ന് അക്വാഡാഗ്. അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ ഏതായിരിക്കും? പ്രൈമറി എമിഷൻ ആയിരിക്കുമോ സെക്കൻഡറി എമിഷൻ ആയിരിക്കുമോ? യെസ്, ഡെഫിനറ്റ്ലി സെക്കൻഡറി എമിഷൻ. സെക്കൻഡറി എമിഷൻ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? അക്വാഡാഗ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ഇൻ എ CRT മീൻസ് കാഥോഡ് റേ ട്യൂബ്, ദ ഫോക്കസിങ് ആനോഡ് ഈസ് ലൊക്കേറ്റഡ്. ഫോക്കസിങ് ആനോഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ആഫ്റ്റർ ആക്സലറേറ്റിംഗ് ആനോഡ്, ഓപ്ഷൻ ബി ബിറ്റ്വീൻ പ്രീ ആക്സലറേറ്റിംഗ് ആൻഡ് ആക്സലറേറ്റിംഗ് ആനോഡ്, ഓപ്ഷൻ സി ബിഫോർ പ്രീ ആക്സലറേറ്റിംഗ് ആനോഡ്, ഓപ്ഷൻ ഡി ബിഫോർ സ്ക്രീൻ. അപ്പോൾ ഡെഫിനറ്റ്ലി ബിഫോർ സ്ക്രീനാണ് റൈറ്റ് ആൻസറാണ്. നമുക്ക് ആനോഡ് സെറ്റുകളൊന്ന് വരച്ചാൽ ആദ്യം ഉണ്ടാവുക പ്രീ ആക്സിലറേഷൻ സെക്ഷനാണ്. ഈ പ്രീ ആക്സിലറേഷൻ സെക്ഷൻ കഴിഞ്ഞിട്ട് ഫോക്കസിങ് വരും. ഇതാണ് നമ്മുടെ ഫോക്കസിങ് സെക്ഷൻ. ഫോക്കസിങ് സെക്ഷൻ കഴിഞ്ഞിട്ടാണ് മെയിൻ ആക്സിലറേറ്റിംഗ് ആനോഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡി കറക്റ്റ് ആൻസർ ആണെങ്കിലും ബി കൃത്യമായിട്ട് ഇത് ഓർഡർ പറഞ്ഞിട്ടുള്ളതാണ്, ബി ആണ് റൈറ്റ് ആൻസർ. ഇനി ഈ ഫോക്കസിങ് ആക്ച്വലി 1, 2, 3 1ന് മുമ്പേ കൊടുക്കാത്തതിൻ്റെ കാരണം 1ന് മുമ്പേ ഇലക്ട്രോൺസ് വളരെ സ്ലോ ആയിരിക്കും.
ഈ സ്ലോ ആയിട്ട് പോകുന്ന ഇലക്ട്രോൺസിനെ ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി ഇത് 3ക്ക് ശേഷം നമ്മൾ ഫോക്കസിങ് സിസ്റ്റം കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് വളരെ ഹൈ വെലോസിറ്റിയിലായിരിക്കും മൂവ് ചെയ്യുന്നത്. വളരെ ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാക്കാൻ പോസിറ്റീവ് ചാർജ് കൊടുത്തിട്ടാണ് അതിനെ അട്രാക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പോസിറ്റീവ് ചാർജ് കൊടുത്താലും അത് സിസ്റ്റം ഫോക്കസ് ആവണമെന്നില്ല. അപ്പോൾ വളരെ സ്പീഡിൽ പോകുന്ന ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ പിടിച്ച് വലിക്കുകയാണെങ്കിൽ ചെറിയൊരു ഡീവിയേഷനെ വരുള്ളൂ അല്ലേ. എന്നാൽ പതിയെ പോകുന്നൊരു എലമെൻറ്റിനെ നമ്മൾ ഇതേ ഫോഴ്സിൽ വലിക്കുകയാണെങ്കിൽ നമ്മൾ വലിച്ച വഴിക്ക് തന്നെ വരും. സോ തന്നെയാണ് അതിൻ്റെ ലോജിക്ക്, വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ ഇവിടെ വന്നതിൻ്റെ കാരണമാണ് നമ്മൾ പറഞ്ഞത്. എന്തായാലും ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. So we'll move to the next question. In CRT, the source of electron is cathode ray ട്യൂബിൽ ഇലക്ട്രോൺസ് സപ്ലൈ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഓപ്ഷൻ എ എൽ ഇ ഡി ഡെഫിനറ്റ്ലി LED അല്ല അല്ലേ. രണ്ടാമത് ഇലക്ട്രോൺ എമിറ്റിംഗ് ഡയോഡ് ഈസ് എ റോങ് ആൻസർ. ബേരിയം ആൻഡ് സ്ട്രോൺഷ്യം ഓക്സൈഡ് കോട്ടഡ് കാഥോഡ്, യെസ് ദിസ് ഈസ് എ റൈറ്റ് ആൻസർ. ബേരിയം ആൻഡ് സ്ട്രോൺഷ്യം ഓക്സൈഡ് കോട്ടഡ് കാഥോഡ്, ഓപ്ഷൻ ഡിയും തെറ്റാണ്. അപ്പോൾ ഈ ബേരിയം ഓക്സൈഡ് എന്ന് പറയുന്ന എലമെൻറ്റിൽ നമ്മൾ ഹൈ വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്. വെരി ഹൈ വോൾട്ടേജ്. ഈ ഹൈ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഹീറ്റ് ആവുകയും ഈ ഹീറ്റ് ആവുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. സോ മൂവ് ടു ദ നെക്സ്റ്റ് വൺ. വെർട്ടിക്കൽ ആംപ്ലിഫയർ in a CRO is designed to give a vertical amplifier in a CRO high gain only, broad bandwidth only, either A or B, constant gain times bandwidth product. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ രണ്ട് ആംപ്ലിഫയർ, ഇത് ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ നമ്മൾ ഇതിലൂടെ കടന്നു വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ ബാൻഡ് വിഡ്ത്ത് ഇൻറ്റു ഗെയിൻ പാരാമീറ്ററാണ്, രണ്ടിൻ്റെ മൾട്ടിപ്ലിക്കൻ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ബാൻഡ് വിഡ്ത്തിലുള്ള ചേഞ്ചസ് ഗെയിനിനെ ബാധിക്കും, അല്ലെങ്കിൽ ഗെയിൻ കൂടുന്നതിന് ഓപ്പോസിറ്റായിട്ടാണ് ബാൻഡ് വിഡ്ത്തിൽ ചേഞ്ച് സംഭവിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് രണ്ടും വേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഗെയിനും വേണം, സിഗ്നലിൽ ബാൻഡ് വിഡ്ത്തും വേണം. അപ്പോൾ അതുകൊണ്ട് അത് ഒരു പെർട്ടിക്കുലർ വാല്യൂവിൽ സെറ്റിൽ ചെയ്തിട്ട് അതിന് കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ്. കോൺസ്റ്റൻറ്റ് ഗെയിൻ ആക്കി കഴിഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് ട്യൂൺ ചെയ്യാൻ പറ്റില്ല, കോൺസ്റ്റൻറ്റ് ബാൻഡ് വിഡ്ത്ത് ആണെങ്കിൽ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഗെയിനിൻ്റെ ബാൻഡ് വിഡ്ത്തിനെ ഒരു കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം, അതൊരു പെർട്ടിക്കുലർ വാല്യൂവിൽ സെറ്റ് ചെയ്യാണ്. അതാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് നോക്കിയാണ് എല്ലാ ഡിസൈൻസും വരുന്നത്. സോ ഇവിടെ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മെയിൻ കൺട്രോൾസ് ഇൻ CRO ആർ. CROയിലുള്ള മെയിൻ കൺട്രോൾസ് ഏതൊക്കെയാണെന്നാണ്. ഓപ്ഷൻ എ ഇൻറ്റൻസിറ്റി, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഫോക്കസ് ആണ്, ഓപ്ഷൻ സി എന്ന് പറയുന്നത് പൊസിഷനാണ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്. നമ്മളൊരു ഇലക്ട്രോൺ ഗൺ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിനകത്ത് ഇൻറ്റൻസിറ്റി കൺട്രോൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഫോക്കസ് കൺട്രോൾ ഉണ്ട്. ഇതെല്ലാം CROൻ്റെ പുറത്ത് നോബുകളായിട്ടാണ് ഇതിൻ്റെ കൺട്രോളുകൾ വരുന്നത് അല്ലേ. ഇനി അടുത്തത് പൊസിഷൻ കൺട്രോൾ. മൂന്നാമത്തെ പൊസിഷൻ കൺട്രോൾ ഷിഫ്റ്റ് നോബുകൾ, അതായത് ലെഫ്റ്റിലേക്കും അതേപോലെ തന്നെ റൈറ്റിലേക്കും അതുപോലെ അപ്പ് ഡൗൺ. ഒരു കോൺസ്റ്റൻറ്റ് DC വോൾട്ടേജ് കൊടുത്താണ് ഈ ഷിഫ്റ്റിംഗ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇതിനൊക്കെ എന്തുണ്ട്? നോബ്സ് ഉണ്ട്. അപ്പം എല്ലാത്തിനും നോബുകൾ ഉള്ളതുകൊണ്ട് എവറി നോബ് ഈസ് ഫോർ എ കൺട്രോൾ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓൾ ഓപ്ഷൻസ് ആർ കറക്റ്റ്. അപ്പോൾ മോർ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ദി അബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എമംഗ് ദ ഫോളോയിങ് വൈ ഇൻപുട്ട് CMMR the preferred CMMR for a CRO? വൈ ഇൻപുട്ട് CMMRൽ പ്രിഫർ ചെയ്യുന്നത് ഏതാണ്? ആക്ച്വലി കുറേ നമ്പേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. 100 decibel, 90, 80, 70. So 100 is the right choice. So we have to by heart this number. 100 dB ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്ന നമ്പർ. അടുത്ത ചോദ്യം, ഇൻ എ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്, so that is DSO. in a DSO the input signal first എന്താ ചെയ്യുന്നത്? stored in the memory element,
Input signal is first converted to digital form for storage, modulated with storage carrier frequency, sampled for quantization. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ആദ്യം സ്റ്റോറിംഗ് ആണ്. സ്റ്റോറിംഗ് ചെയ്ത ശേഷമാണ് മാനിപ്പുലേഷൻ വരുന്നത്. മാനിപ്പുലേഷനിൽ എന്തൊക്കെയാണ് വരുന്നത്? ഗെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ് വരും, സിഗ്നൽ കൺവേർഷൻ വരും, സിഗ്നൽ കണ്ടീഷനിങ് വരും. അതിന് ശേഷമാണ് ഇത് ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് റെക്കോർഡിങ്ങിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തിങ് ടു ഡു ഈസ് ടു സ്റ്റോർ ദ സിഗ്നൽ വാട്ട് എവർ ഇറ്റ് ഈസ്. വന്ന സിഗ്നൽ ആദ്യം എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്യുക. എന്നിട്ടാണ് അതിൻ്റെ സ്പീഡ് കൂട്ടണോ സ്പീഡ് കുറയ്ക്കണോ പിന്നീട് ഡിസ്പ്ലേ ചെയ്യണോ കൺവേർട്ട് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അതിൻ്റെയൊക്കെ ചാനൽസ് പോകുന്നു. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് റീട്രേസ് ടൈം ദ ഇലക്ട്രോൺസ് ഫോമിംഗ് ദ ഹൊറിസോണ്ടൽ ബീം മൂവ് ഫ്രം ഡാഷ് ഓൺ ദി സ്ക്രീൻ. അപ്പം ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ്, ഡൗൺവേർഡ്, അപ്വേർഡ്. ഇപ്പോൾ ഡെഫിനറ്റ്ലി ഡൗൺവേർഡും അപ്വേർഡും അല്ല. അപ്പോൾ രണ്ട് തരത്തിലുള്ള സ്കെച്ചിങ് ആണ് നടക്കുന്നത്. ഒന്നാമത്തേത് എന്താണ്? ട്രേസ് എന്ന് പറയുന്നത്, ട്രേസ്. രണ്ടാമത്തതാണ് റീട്രേസ്. ഓക്കെ, അപ്പോൾ ട്രേസ് എന്ന് പറഞ്ഞാൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് സ്വീപ്പിംഗ് പോകുന്നത്. അതിനുശേഷം ഇവിടുന്ന് സിഗ്നലിനെ വളരെ പെട്ടെന്ന് വീണ്ടും ഇനിഷ്യൽ പോയിന്റിലേക്ക് കൊടുന്ന് വീണ്ടും എന്ത് ചെയ്യും? സ്ലോ ആയിട്ട് ഒന്നുകൂടി ട്രേസ് ചെയ്യും. വീണ്ടും പെട്ടെന്ന് കൊണ്ടുവന്ന് സ്ലോ ആയിട്ട് ട്രേസ് ചെയ്യും. അപ്പോൾ ഈ റീട്രേസ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ തിരിച്ചു വരുന്ന ഈ ഒരു സിഗ്നലാണ്. അപ്പോൾ ഇത് നടക്കുന്നത് എവിടെ നിന്നാണ്? ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അല്ലേ? റൈറ്റ്. ഇനി റീട്രേസിങ്ങിന് വേറൊരു പേരും കൂടി ഉണ്ടായിരുന്നല്ലോ, ഓർമ്മ വരുന്നുണ്ടോ? ഇപ്പോൾ റീട്രേസ് ടൈമിന് പറയുന്ന വേറൊരു പേരാണ് എന്തായിരുന്നു? ഫ്ലൈ ബാക്ക്, അല്ലെങ്കിൽ ഫ്ലൈ ബാക്ക് ചെയ്യുന്ന സമയത്തിന് ഫ്ലൈ ബാക്ക് ടൈം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ ഏതാ? എ ആണോ ബി ആണോ? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ അല്ലേ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വളരെ ക്വിക്കായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് ആക്ച്വലി റീട്രേസിങ് അല്ലെങ്കിൽ ഫ്ലൈ ബാക്ക്. വെരി ഈസി ക്വസ്റ്റ്യൻ. ദ ഔട്ട്പുട്ട് വേവ് ഓഫ് എ ഷ്മിറ്റ് ട്രിഗർ ഈസ് പാരബോളിക്, സൈനസോയ്ഡൽ, ഡയറക്റ്റ് കറണ്ട്, സ്ക്വയർ വേവ്. ഏതാ റൈറ്റ് ആൻസർ? സ്ക്വയർ വേവ് ആണല്ലേ? സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫങ്ഷൻ ഓഫ് സിഗ്നൽ ജനറേറ്റർ ഈസ് ടു. സിഗ്നൽ ജനറേറ്ററിൻ്റെ ഫങ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഓപ്ഷൻ എ ജനറേറ്റ് എനർജി ഓൺലി, ഓപ്ഷൻ ബി സ്റ്റോർ എനർജി ഓൺലി, ബോത്ത് എ ആൻഡ് ബി. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് കൺവേർട്ട് എനർജി ഫ്രം എ ഡി സി സോഴ്സ് ടു എ സി എനർജി അറ്റ് സ്പെസിഫൈഡ് ഫ്രീക്വൻസി. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഓപ്ഷൻ ഡിയിൽ അതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഡെഫിനറ്റ്ലി ഒരു എനർജി ജനറേഷൻ, നോട്ട് ജനറേഷൻ, ആക്ച്വലി കൺവേർഷൻ നടക്കുന്നുണ്ട്. അപ്പം ഓപ്ഷൻ ഡി കൃത്യമായിട്ട് പറയുന്നുണ്ട് കൺവേർട്ട് എനർജി ഫ്രം എ ഡി സി സോഴ്സ്. ഡി സി സോഴ്സിൽ നിന്നും എനർജി അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അതിനെ ഒരു എ സി ഫോമാറ്റിലേക്ക്, എ സി എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് ഫോമാറ്റ്. എങ്ങനെ വേണമെങ്കിലും ഓൾട്ടർനേറ്റ് ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിലും നമുക്കിതിനെ ഓൾട്ടർനേറ്റിംഗ് ആയാൽ മതി, അതായത് സമയത്തിനനുസരിച്ച് മാറുന്ന ആയാൽ മതി. ഈ മാറുന്നതിൻ്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യണം? നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, യൂസറിന് സെറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അതാണ് സിഗ്നൽ ജനറേഷൻ്റെ ഫണ്ടമെൻ്റൽ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതാ റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സിഗ്നൽ സോഴ്സ് ആർ. എന്തൊക്കെയാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്? ദ ഔട്ട്പുട്ട് സിഗ്നൽ ഷുഡ് ബി ഫ്രീ ഫ്രം ഡിസ്ട്രോഷൻ. ഔട്ട്പുട്ട് സിഗ്നൽ ഷുഡ് ബി ഫ്രീ ഫ്രം ഡിസ്ട്രോഷൻ. ഓക്കെ, അത് സിഗ്നൽ സോഴ്സിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും ഉദ്ദേശിച്ചത്. ഓക്കെ, റൈറ്റ്, കറക്റ്റാണ്. ദിസ് ഇസ് ദ റൈറ്റ് തിങ്. ഫ്രീക്വൻസി ഓഫ് ദ സിഗ്നൽ ഷുഡ് ബി നോൺ ആൻഡ് സ്റ്റേബിൾ. യെസ്, ഫ്രീക്വൻസി ഓഫ് ദ സിഗ്നൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് തന്നെ ആയിരിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്.
നമ്മൾ സെറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി തന്നെ ആയിരിക്കണം. ആൻഡ് സ്റ്റേബിളും ആയിരിക്കണം, ചേഞ്ച് ചെയ്യാൻ പാടില്ല. ആംപ്ലിറ്റ്യൂഡ് ഓഫ് സിഗ്നൽ സോഴ്സ് ഷുഡ് ബി കൺട്രോൾഡ്. സിഗ്നൽ സോഴ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. യെസ്, ഇതൊക്കെ നമുക്കൊരു സിഗ്നൽ സോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ജനറേറ്ററിൽ നിന്ന് ഫംഗ്ഷൻ ജനറേറ്ററിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. എല്ലാം വരുന്നതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു ഒബ്റ്റെയിൻ ട്രയാങ്കുലർ വേവ്, ഓപ്ഷൻ എ ഡിഫറൻഷിയേറ്റ് എ സ്ക്വയർ വേവ്, ഡിഫറൻഷിയേറ്റ് എ സൈൻ വേവ്, ഇൻ്റഗ്രേറ്റ് എ സൈൻ വേവ്, ഇൻ്റഗ്രേറ്റ് എ സ്ക്വയർ വേവ്. അപ്പോൾ ട്രയാങ്കുലർ വേവാണ് നമുക്ക് കിട്ടേണ്ടത്. ഏത് തരത്തിലുള്ള വേവാണ് ട്രയാങ്കുലർ വേവ്? ഇതാണ് ട്രയാങ്കുലർ വേവ്, ശരിയല്ലേ? യെസ്. ഇതെന്ത് വേവാണ്? ഇത് സോ ടൂത്താണ്. അപ്പോൾ ട്രയാങ്കുലർ വേവ് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് വെരി സിമ്പിൾ. യു ജസ്റ്റ് ഹാവ് ടു ഇൻ്റഗ്രേറ്റ് എ സ്ക്വയർ വേവ്. സ്ക്വയർ വേവിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടും? ട്രയാങ്കുലർ വേവ് കിട്ടും. സ്ക്വയർ വേവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ട്രയാങ്കുലർ വേവ് കിട്ടും. ഓക്കെ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A stable multivibrator gives option A 1 output pulse for every 2 input pulses, 2 output pulses for every input pulse, 4 output pulses for a single input pulse, a train of output pulses for a trigger. So question repeated question ആണ്. ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓൾറെഡി. ഏതായിരുന്നു ആൻസർ? ഓപ്ഷൻ ഡി ആയിരുന്നു അല്ലേ. ട്രെയിൻ ഓഫ് ഔട്ട്പുട്ട് പൾസസ് ഫോർ എ ട്രിഗർ ഇൻപുട്ട്. ഈ ഒരു ചോദ്യം റിപ്പീറ്റഡ് ആണ്. So we'll skip that. Okay, next one. A random noise generator produces a signal. Random noise generator produces a signal. Option A, whose amplitude varies randomly, which has no periodic frequency, both A and B. Option D, that of a noisy power spectrum. So which is the right answer? Noise generator ആണ്, not a noise. അപ്പോൾ നോയിസിന് ആക്ച്വലി ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡും മാറാം. റാൻഡം നോയിസ് ജനറേറ്ററിൽ ആംപ്ലിറ്റ്യൂഡാണ് നമ്മൾ വേരി ചെയ്യുന്നത്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. സോ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് എ കോയിൽ അറ്റ് ഹൈ ഫ്രീക്വൻസീസ് ഈസ് മോർ ദാൻ ഇറ്റ്സ് ഡി സി റെസിസ്റ്റൻസ് ഓൺ അക്കൗണ്ട് ഓഫ്. സോ എ സി ഒരു കോയിലിൽ കൊടുക്കുമ്പം അതിനുണ്ടാവുന്ന റെസിസ്റ്റൻസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് മോർ ദാൻ ഇറ്റ്സ് ഡി സി റെസിസ്റ്റൻസ് ഓൺ അക്കൗണ്ട് ഓഫ്. ഇതിൽ എന്ത് കാരണം കൊണ്ടാണ്? പ്രോക്സിമിറ്റി എഫക്റ്റ്, സ്കിൻ എഫക്റ്റ്, എഡ്ഡി കറന്റ് ലോസസ്, ഓൾ ഓഫ് ദിസ്. അപ്പോൾ ഇതിൽ നമുക്ക് ഓൾ ഓഫ് ദിസ് ടിക്ക് ചെയ്യാം. All of this. അടുത്ത ചോദ്യം. A digital voltmeter uses ADC which needs a start pulse, uses an analog comparator having a relatively fixed conversion time independent of the applied voltage. Okay, the ADC converter is ഏത് ടൈപ്പ് ADC ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ അനലോഗ് കമ്പാരേറ്റർ ഹാവിങ് a relatively fixed conversion time independent of applied voltage. അങ്ങനെയാണെങ്കിൽ ഡ്യുവൽ സ്ലോപ്പ് ആണോ, സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പ് ആണോ, ഡിജിറ്റൽ റാം ടൈപ്പ് ആണോ, ഫാസ്റ്റ് ക്വാണ്ടൈസർ ടൈപ്പ് ആണോ? സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പ് ADC ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. Period measurement is done in frequency meters to achieve high accuracy in case of high frequency, medium frequency, low frequency, DC. Actually the answer DC is preferable. So period measurement is done in frequency meters to achieve high frequency in case of എന്താണ്? ഹൈ ഫ്രീക്വൻസി ആണോ, മീഡിയം ഫ്രീക്വൻസി ആണോ, ലോ ഫ്രീക്വൻസി ആണോ, DC ആണോ? അപ്പോൾ ലോ ഫ്രീക്വൻസി ആയിരിക്കും, ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസി ആയിരിക്കുമല്ലോ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ലോ ഫ്രീക്വൻസി ഇങ്ങനെ ഓർത്താൽ മതി. ലോ ഫ്രീക്വൻസി ആകുമ്പം ഹൈ ആക്യുറസി,
ഹൈ ഫ്രീക്വൻസി ആകുമ്പോൾ അതിൻ്റെ നോയ്സ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അല്ലേ. ഫ്രീക്വൻസി ആകുമ്പോൾ ലോ ആക്യുറസി. സോ ഇവിടെ കറക്റ്റ് ഈ ഒരു ഇത് വരുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ടു സ്റ്റോർ ഇൻഫർമേഷൻ ഓവർ എ ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈം. സ്റ്റോർ ഇൻഫർമേഷൻ ഓവർ എ ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈം യൂസ് എ സ്റ്റോറേജ് ടൈപ്പ് ഓസിലോസ്കോപ്പ്, ഡയറക്റ്റ് റൈറ്റിംഗ് റെക്കോർഡർ, സിംഗിൾ നമ്പർ ഡിവൈസ്, CRO വിത്ത് ക്യാമറ. അപ്പോൾ ആക്ച്വലി ഇത് മൂന്നും ഷോർട്ട് ഇൻ്റർവെല്ലിലേക്കല്ല, പെർമനൻ്റ് മാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ്, സ്ഥിരമായിട്ടുള്ള റെക്കോർഡിങ്. അപ്പോൾ ഇതിൽ ഈ സ്റ്റോറേജ് ടൈപ്പ് ഓസിലോസ്കോപ്പിൽ DSOയിൽ ശരിക്കും ഒരു ഷോർട്ട് സ്റ്റോറേജ് ഉണ്ടല്ലോ അതിന് മെമ്മറി വെച്ച്, അതിൽ നിന്നുണ്ടാക്കിയൊരു ചോദ്യമാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ സ്റ്റോറേജ് ടൈപ്പ് ഓസിലോസ്കോപ്പ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, ദ മെഷീൻ ഇൻ്റർപ്രിറ്റബിൾ ഔട്ട്പുട്ട്സ് ഫ്രം ആൻ അനലോഗ് ട്രാൻസ്ഡ്യൂസർ ക്യാൻ ബി ഹാഡ് ഫ്രം. സോ അനലോഗ് ഔട്ട്പുട്ട് തരുന്ന ഡിവൈസാണ് അവർ ചോദിച്ചിട്ടുണ്ടാവുക ജനറലി. യെസ് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ്? മാഗ്നറ്റിക് ടേപ്സ് ഒരു ഓപ്ഷൻ, ടെലി ടൈപ്പ് റൈറ്റർ ഓപ്ഷൻ, യെസ്, പഞ്ച്ഡ് കാർഡ് ആൻഡ് ടേപ്സ് ഒരു ഓപ്ഷൻ. സോ ദീസ് ആർ ഓൾ ആക്ച്വലി അനലോഗ്. പഞ്ച്ഡ് കാർഡ് വെച്ചിട്ട് നമുക്ക് ഡിജിറ്റൽ ഫോമാറ്റിലേക്ക് മാറ്റാം കേട്ടോ, ഡിജിറ്റൽ ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ പഞ്ച്ഡ് കാർഡ് എലോൺ ഈസ് എൻ അനലോഗ് ഔട്ട്പുട്ട്. സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ് ഇവിടെ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, സെൻസിറ്റിവിറ്റി ഓഫ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ്. സോ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. സെൻസിറ്റിവിറ്റി ഓഫ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ്, ഡിപ്പെൻഡ് ചെയ്യാത്താണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആംപ്ലിറ്റ്യൂഡ് ഡിസ്റ്റോർഷൻ, ഓപ്ഷൻ ബി ഫ്രീക്വൻസി റെസ്പോൺസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്, ഓപ്ഷൻ ബി ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഡിസ്റ്റോർഷനെയും അതേപോലെ തന്നെ ഫ്രീക്വൻസി റെസ്പോൺസിനെയും ഒരു തരത്തിലും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറല്ല. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ഡിസ്റ്റോർഷൻ എത്രയായാലും, കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും, സെൻസിറ്റിവിറ്റി ഒരു പർട്ടിക്കുലർ നമ്പറിൽ ഡിസൈൻ ചെയ്ത് അങ്ങനെ തന്നെ നിൽക്കും. ഫ്രീക്വൻസി റെസ്പോൺസ് അതേപോലെ തന്നെയാണ്. സോ ദേ ആർ ടു ഡിഫറെൻറ്റ് തിങ്സ് ആക്ച്വലി. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ ബോത്ത് എ ആൻഡ് ബി, ഇൻഡിപെൻഡൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കളർ എമിറ്റഡ് ബൈ LEDs ഈസ്. കളർ എമിറ്റഡ് ബൈ LED, യെല്ലോ, ആംബർ, ഗ്രീൻ, റെഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം എല്ലാ തരത്തിലുള്ള LEDസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ ഓൾ ഓഫ് ദീസ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. LED ഡിസൈനിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനനുസരിച്ചിട്ടാണ് അതിൻ്റെ കളർ എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം ജനറലി 3 കളറുകൾ, അപ്പോൾ RGB ആണല്ലോ, റെഡ്, അതേപോലെ ഏതൊക്കെയായിരുന്നു, ബ്ലൂ അല്ലേ, ബ്ലൂ, അതേപോലെ ഗ്രീൻ. അപ്പം ഇതിൻ്റെ 3ൻ്റെയും ഡിസൈനിങ്ങിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ പേര് പറഞ്ഞുതരാം. റെഡ് ആണെങ്കിൽ ജനറലി അത് അലുമിനിയം എന്ന് പറയാൻ പറ്റില്ല, അലുമിനിയം, ഗാലിയം ആണ് കേട്ടോ റെഡ് ഉള്ളത്. റെഡ് വരാൻ കാരണം ആർസനൈഡാണ്. ഓക്കെ, അതേപോലെ ഗ്രീൻ വരാൻ കാരണം ആർസനൈഡ് ഉള്ളതുകൊണ്ടാണ് റെഡ് ടിൻ്റ് വരുന്നത്. ഗാലിയം നൈട്രൈഡാണ്. ഓക്കെ, ഗാലിയം നൈട്രൈഡാണ്. ഇനി ബ്ലൂ കളർ വരാൻ കാരണം സിങ്ക് ആണ്, സിങ്ക് സെലീനൈഡ്. ഓക്കെ, ഗ്രീൻ കളർ വരാനുള്ള കാരണം ആണ് ആക്ച്വലി എന്ത്, ഗാലിയം നൈട്രൈഡ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം, LED ഔട്ട്പുട്ട് കളർ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെ തരത്തിലുള്ള മെറ്റീരിയൽസ് അതിനുള്ള ഉപയോഗിക്കുന്നുള്ളതാണ്. ഇനിയുണ്ട്, ബേസിക്കലി ഈ 3 കളറുകളാണല്ലോ RGB എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. സോ
So we'll move on to the next question. ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഇതിൽ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് ലിസ്റ്റ് 1. ലിസ്റ്റ് 2 അതിൻ്റെ വർക്കിംഗ് തിയറി. അപ്പോൾ ലിസ്റ്റ് 1 എന്തൊക്കെയുള്ളത്? കോണ്ടാക്റ്റിംഗ്, വേരിയബിൾ എയർ ഗ്യാപ്പ്, മൂവ്മെൻറ്റ് ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റ്, ചേഞ്ച് ഓഫ് പ്ലേറ്റ് ഏരിയ, പീസോ ഇലക്ട്രിക്, ഫോട്ടോ ഇലക്ട്രിക്. ലിസ്റ്റ് 2 ഡിസ്പ്ലേസ്മെൻറ്റ് വോൾട്ടേജ്, വെലോസിറ്റി ടു ഇൻഡക്റ്റൻസ് ചേഞ്ച്, ലൈറ്റ് ഇൻറ്റൻസിറ്റി ടു വോൾട്ടേജ്, ഡിസ്പ്ലേസ്മെൻറ്റ് ടു ഇൻഡക്റ്റൻസ് ചേഞ്ച്, ഡിസ്പ്ലേസ്മെൻറ്റ് ടു റെസിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ് ടു കപ്പാസിറ്റി. അപ്പോൾ ഇത് ആക്ച്വലി കൊടുത്തിരിക്കുന്നത് സെൻസറുകളും പിന്നെ അതിൽ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കറസ്പോണ്ടിങ് എനർജി കൺവേർഷനുമാണ്, അല്ലെങ്കിൽ പാരാമീറ്റർ കൺവേർഷൻ. സോ നമുക്ക് ആദ്യം നോക്കാം. കോണ്ടാക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ആക്ച്വലി നമുക്ക് ഒരുപാട് ടൈപ്പ് വരുന്നത് പോർട്ട് വരുന്നുണ്ട്. പൊട്ടൻഷ്യോമീറ്റർ, റിയോസ്റ്റാറ്റ്, ഇതൊക്കെ കോണ്ടാക്റ്റിംഗ് ടൈപ്പാണ്. സോ ഇവിടെ നോക്കുക, അതിന് മാച്ചിങ് ആയിട്ടൊരു ആൻസർ വരുന്ന ഏതാണ്? 5th one അല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റ് ടു റെസിസ്റ്റൻസ് ചേഞ്ച്. അപ്പോൾ പോർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ലീനിയർ പോർട്ട്, റൊട്ടേഷണറി പോർട്ടൊക്കെ ഉണ്ട്. ലീനിയർ പോർട്ട് ഇത്തരത്തിൽ ലീനിയർ പോർട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്തിൽ നമുക്ക് കിട്ടും? വോൾട്ടേജിൽ കിട്ടും. അല്ലെങ്കിൽ ഈ വോൾട്ടേജ് കിട്ടാൻ കാരണം അതിൻ്റെ ഉള്ളിൽ എന്ത് നടക്കുന്നുകൊണ്ടാണ്? ഒരു റെസിസ്റ്റൻസ് ചേഞ്ച് നടക്കുന്നുണ്ടാണ് അല്ലേ, റെസിസ്റ്റൻസ് ചേഞ്ച് നടക്കുന്നുണ്ടാണ്. ഓക്കെ, സോ നോട്ട് സോ ഷുവർ, ബട്ട് ദെൻ വിൽ ഗോ വിത്ത് ദ 5th one. നെക്സ്റ്റ് ക്യൂ എന്ന് പറയുന്നതാണ് വേരിയബിൾ എയർ ഗ്യാപ്പാണ്. വേരിയബിൾ എയർ ഗ്യാപ്പ്. അപ്പോൾ ഈ എയർ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഇതർ അത് വയർലെസ് ആണല്ലോ. അപ്പോൾ വയർലെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വയർലെസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ പഠിക്കുന്നുള്ളത് എന്താ? മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് അല്ലേ. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് again related to inductor or inductance. അപ്പോൾ ഇവിടെ നോക്കാം, ഓപ്ഷൻ 4 കണ്ടോ, ഡിസ്പ്ലേസ്മെൻറ്റ് ടു ഇൻഡക്റ്റൻസ് ചേഞ്ച്. സോ നമുക്കിത് 4ലേക്ക് മാപ്പ് ചെയ്യാം. അടുത്തത് 6, മൂവ്മെൻറ്റ് ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റ് ആണ്. മൂവ്മെൻറ്റ് ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റ്. അപ്പോൾ അതിന് കൃത്യമായിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് വെലോസിറ്റി ടു ഇൻഡക്റ്റൻസ് ചേഞ്ച് ആണ്. വെലോസിറ്റി ടു ഇൻഡക്റ്റൻസ് ചേഞ്ച്. അപ്പോൾ നമ്മൾ വെലോസിറ്റിക്ക് അനുസരിച്ച് ഇപ്പം ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ, അതിന് വെലോസിറ്റി കൊടുക്കുകയാണെങ്കിൽ അതിന് മാഗ്നറ്റിക്കൽ ഫ്ലക്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണം ഇൻഡക്റ്റൻസിൽ വ്യത്യാസം വരും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് സെൻസറുകൾ ഡിസൈൻ ചെയ്യാം. നെക്സ്റ്റ് ചേഞ്ച് ഓഫ് പ്ലേറ്റ് ഏരിയ. ചേഞ്ച് ഓഫ് പ്ലേറ്റ് ഏരിയ. അപ്പോൾ പ്ലേറ്റ് എന്ന് പറയുന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? കപ്പാസിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 6 നോക്കൂ, ഡിസ്പ്ലേസ്മെൻറ്റ് ടു കപ്പാസിറ്റി ചേഞ്ച്. ഡിസ്പ്ലേസ്മെൻറ്റ് ടു കപ്പാസിറ്റി ചേഞ്ച്. അപ്പോൾ എസ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ 6ലേക്ക് മാപ്പ് ചെയ്യാം. അതുപോലെ പീസോ ഇലക്ട്രിക് ആണ്. പീസോ ഇലക്ട്രിക് എന്തായിരുന്നു? മെക്കാനിക്കൽ സ്ട്രെസ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ, വൈബ്രേഷൻ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട്, വെരി സ്മോൾ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ടു വോൾട്ടേജ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് നമുക്ക് കൊടുക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് ടു വോൾട്ടേജ്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, ആക്ച്വലി വൈബ്രേഷനാണ്. വൈബ്രേഷൻ ടു വോൾട്ടേജ്. എന്തായാലും വോൾട്ടേജ് എന്ന് പറയുന്ന ടൈം അവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്തിനെ പിക്ക് ചെയ്യുന്നത്? 1നെ പിക്ക് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സീ ഇഫ് ദിസ് ഇസ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഫോട്ടോ ഇലക്ട്രിക്കാണ് ബാക്കിയുള്ളത്. യെസ്, നമുക്ക് ഡിസൈറബിൾ ആയിട്ട് കിട്ടേണ്ട ആൻസർ നമുക്ക് കിട്ടി. ലൈറ്റ് ഇൻറ്റൻസിറ്റി ടു വോൾട്ടേജ്. ഫോട്ടോ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ, ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റാണ്, ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ക്യൂവിന് ഓപ്ഷൻ 3 ആണ് വരുന്നത്. സോ ഈ ഒരു സെറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓപ്ഷൻ എ കറക്റ്റാണ് അല്ലേ. P5, Q4, R2, S6, T1, U3. അപ്പോൾ ഇതിൽ നോക്കുക, വളരെ ഷുവറായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒരു അൺസർട്ടനിറ്റി ആയിരുന്ന ആൻസേഴ്സും ഉണ്ടാവും. ബട്ട് ഡസൻറ്റ് മാറ്റർ, നമ്മൾ മാച്ച് ലിസ്റ്റിൽ 2 സൈഡിൽ ഒരേ നമ്പറുകളാണ് ഉള്ളതുകൊണ്ട് ഒരു പ്രശ്നം വരില്ല. പെട്ടെന്ന് തന്നെ കറക്റ്റ് ആൻസറിലേക്ക് ഒരു 70% അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം? 100% ശരിയായ ഉത്തരത്തിലേക്ക് നമുക്ക് ഗൈഡ് ചെയ്ത് കൊണ്ടെത്തിക്കാൻ പറ്റും. ഓക്കെ, സോ ഇത് മനസ്സിലായി വിചാരിക്കുന്നു. So we'll move to the next one.
ഇതിൻ്റെ ആക്ച്വലി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ ഈ കോണ്ടാക്റ്റിംഗ് അല്ലെങ്കിൽ വേരിയബിൾ എയർ ഗ്യാപ്പ് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ഏരിയ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ കപ്പാസിറ്റൻസ് ആണ് അല്ലെങ്കിൽ റൊട്ടേഷനാണ് റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവണം. അത്രേ ഉള്ളൂ. So move to the next one. A transducer that converts the measurand into the form of pulse is called dash transducer. Transducer convert the measurand, ഒരു മെഷറൻറ്റിനെ പൾസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം അനലോഗ് ആണോ, ആക്റ്റീവ് ആണോ, പൾസ് ആണോ, ഡിജിറ്റൽ ആണോ? നത്തിങ് കോൾഡ് പൾസ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. പൾസ് ട്രാൻസ്ഡ്യൂസർ ഇല്ല. ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ നമുക്ക് പറയാൻ വേണമെങ്കിൽ അല്ലേ. പൾസ് ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി 1s and 0s ആണ്. സോ നമുക്ക് ഡിജിറ്റൽ ഫോമാറ്റ്, ഡിജിറ്റൽ എന്ന് പറയുന്നൊരു കോഡ് ഉപയോഗിക്കാം. ഇനി ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഒരു സെൻസർ എക്സ് എന്ന് പറയുന്നൊരു സെൻസർ, ഈ എക്സ് എന്ന് പറയുന്ന സെൻസറിലേക്ക് ഒരു ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ റെഡിലി നമ്മൾ വേറെ ഒന്നും ചെയ്യാതെ ഇതിനകത്ത് നമുക്ക് ഒരു ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് കിട്ടണം. ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ആയി പോരാ, വി റിയലി നീഡ് ടു ഗെറ്റ് എ വോൾട്ടേജ് ഔട്ട്പുട്ട്. ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസും അതിൻ്റെ ഭാഗമായി വന്നു. സോ വോൾട്ടേജ് ഔട്ട്പുട്ട് വരണം, ഒരു വോൾട്ടേജ് നമുക്ക് കിട്ടണം. അപ്പോൾ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ നോക്കുമ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുത്തു, റെഡിലി നമുക്ക് എന്ത് കിട്ടും? ഒരു ഔട്ട്പുട്ട് അതിനകത്തേക്ക് കിട്ടും അല്ലേ. പക്ഷേ തെർമിസ്റ്റർ ആണെങ്കിലോ, തെർമിസ്റ്ററിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തു, ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് റെസിസ്റ്റൻസ് ചേഞ്ചാണ്. ഈ റെസിസ്റ്റൻസ് ചേഞ്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒരു നോൺ വോൾട്ടേജ് വെച്ച് അതിലൂടെ എത്ര കറണ്ട് പാസ് ചെയ്യുന്നതെന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് ആ റെസിസ്റ്റൻസ് ചേഞ്ച് എത്രയാണെന്ന് മനസ്സിലാക്കി ഇവിടെ വരുന്ന ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് ഗസ് ചെയ്യണം അല്ലെങ്കിൽ കാലിബ്രേറ്റ് ചെയ്യണം. സോ അതാണ് ആക്റ്റീവ്. അനലോഗ് നിങ്ങൾക്കറിയാം, സമയത്തിനനുസരിച്ച് കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള വേരിയേഷനുള്ള ഈ സിഗ്നൽ നമുക്ക് അനലോഗ് സിഗ്നൽ എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നൊരു അനലോഗ് സിഗ്നലാണ്. അപ്പോൾ അതിനെ നമുക്ക് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കാം. പൾസ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞൊരു ട്രാൻസ്ഡ്യൂസർ അവൈലബിൾ അല്ല ട്രാൻസ്ഡ്യൂസറിൻ്റെ ക്ലാസിഫിക്കേഷനിൽ. സോ വിൽ ഗോ വിത്ത് ദ ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, മാച്ച് ദ ട്രാൻസ്ഡ്യൂസർ. മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1-ലുള്ളത് പ്രഷർ, ഫോഴ്സ്, ഗ്യാസ് ഫ്ലോ, ടെമ്പറേച്ചർ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ഫോട്ടോ സെൻസിറ്റിവിറ്റി റിലേ ആണ്. ഓപ്ഷൻ ലിസ്റ്റ് 2-ലുള്ളത് പിരാനി ഗേജ്, ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ, റെസിസ്റ്റൻസ്, ഹൈഗ്രോമീറ്റർ, പൊട്ടൻഷ്യോമീറ്റർ, സ്ട്രെയിൻ ഗേജ്, റെസിസ്റ്റൻസ്, സ്ട്രെയിൻ ഗേജ്, തെർമിസ്റ്റർ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഓപ്ഷൻ 1 നോക്കാം. പ്രഷർ പി അല്ലേ. സോ പ്രഷർ യു ക്യാൻ മാച്ച് ടു വാട്ട്? പ്രഷർ, പൊട്ടൻഷ്യോമീറ്റർ, സ്ട്രെയിൻ ഗേജ്. യു ക്യാൻ മാപ്പ് ടു പൊട്ടൻഷ്യോമീറ്റർ, സ്ട്രെയിൻ ഗേജ്. ഇനി ക്യൂ, ഫോഴ്സ്. ഫോഴ്സ് നമുക്ക് എന്തിലേക്ക് മാപ്പ് ചെയ്യാം? റെസിസ്റ്റൻസ്, സ്ട്രെയിൻ ഗേജിലേക്ക് മാപ്പ് ചെയ്യാം. സോ അത് 5 ആണ്. ഇപ്പോൾ രണ്ടും സ്ട്രെയിൻ ഗേജ് ആണ്. പൊട്ടൻഷ്യോമീറ്റർ സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി പ്രഷർ ഇൻപുട്ട് എടുക്കുന്നതാണ്. എന്നാൽ ഡയറക്റ്റ് സാധാരണ സ്ട്രെയിൻ ഗേജ് ആക്ച്വലി ഫോഴ്സ് അളക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്നത്. ഇനിയുള്ളത് ഗ്യാസ് ഫ്ലോ ആണ്. ഗ്യാസ് ഫ്ലോ. ഗ്യാസിൻ്റെ പ്രഷർ അളക്കാൻ വേണ്ടിയുള്ള ഒരു എക്യുപ്മെൻ്റ് ഇതിനകത്തുണ്ട്. പിരാനി ഗേജ് ഉണ്ട്. ഇനി ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് എന്താ ഉള്ളത്? നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന തെർമിസ്റ്റർ ഉണ്ട് അല്ലേ. സോ S6 ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന തെർമിസ്റ്റർ അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. തെർമിസ്റ്റർ S6 ആണ്. യെസ്. ഇനി റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓപ്ഷൻ 3 നോക്കൂ. റെസിസ്റ്റൻസ്, ഹൈഗ്രോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസർ എന്ത് മെഷർ ചെയ്യുന്നതാണ്? ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യുന്നത്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ടീനെ നമുക്ക് എന്തിലേക്ക് മാപ്പ് ചെയ്യാം? 3ലേക്ക് മാപ്പ് ചെയ്യാം. ഫോട്ടോ സെൻസിറ്റീവ് റിലേ, സംതിങ് റിലേറ്റഡ് ടു ലൈറ്റ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഫോട്ടോ എന്ന് പറയുന്ന വാക്കുള്ള ഒരേ ഒരു വാക്ക് ഇത് എന്താണ്? 2 ആണ്. അപ്പോൾ ഇതിന് 2ലേക്ക് മാപ്പ് ചെയ്തു. അപ്പോൾ ഈ ഒരു ചോയ്സ് എവിടെയാണ് വരുന്നത് നോക്കൂ. ഓപ്ഷൻ എ തന്നെയാണ് അല്ലേ. ഓപ്ഷൻ എയിലാണ് ഈ ഒരു ചോയ്സ് ഫുള്ള് വന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മാച്ചിങ് ആണ്. അപ്പോൾ ഇതിൽ ലിസ്റ്റ് 1-ൽ ഒരു പാരാമീറ്ററും ലിസ്റ്റ് 2-ലെ 2 പാരാമീറ്ററും റിസൾട്ടിലുണ്ട്. ഇതൊക്കെ എസ് ആണ് കേട്ടോ, കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് മാറിപ്പോയതാണ്. അപ്പോൾ ലിസ്റ്റ് 1-ലെ ഒരു പാരാമീറ്റർ ലിസ്റ്റ് 2-ലെ ഒന്നിലധികം പാരാമീറ്ററുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യണം. ഓക്കെ.
അപ്പോൾ കപ്പാസിറ്റർ മൈക്രോഫോണാണ് പി, കപ്പാസിറ്റർ മൈക്രോഫോൺ. അപ്പോൾ അത് മാച്ച് ആവുന്നത് മൈക്രോഫോൺ ശബ്ദമായിട്ട് ബന്ധപ്പെട്ട്, എന്തൊക്കെയാണ് സ്പീച്ച് ശബ്ദമായിട്ട് ബന്ധപ്പെട്ട്, മ്യൂസിക് ശബ്ദമായിട്ട് ബന്ധപ്പെട്ട്, നോയ്സ് ശബ്ദമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ. അപ്പോൾ 3 and 5 അങ്ങനെയാണ് ആൻസർ തന്നിരിക്കുന്നത്. ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാകും. ഡൈ ഇലക്ട്രിക് ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് കപ്പാസിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കപ്പാസിറ്റൻസ് വെച്ചാണ് നമ്മൾ ലിക്വിഡ് ലെവൽ മെഷർ ചെയ്യുന്നത്. സോ 2 വരുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ തിക്നെസ്സും. സോ 2 and 4. ഡൈ ഇലക്ട്രിക്കിൻ്റെ തിക്നെസ് മാറുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ എന്ത് മാറും, കപ്പാസിറ്റൻസ് മാറും. യെസ്. ഇനി മാഗ്നെറ്റോസ്ട്രിക്ഷൻ ഗേജുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുള്ളത്? മാഗ്നെറ്റോസ്ട്രിക്ഷൻ ഗേജുമായിട്ട് ബന്ധപ്പെട്ടത് ഫോഴ്സും പ്രഷറും മാത്രമേ കാണുന്നുള്ളൂ അല്ലേ. സോ ഫോഴ്സ്, പ്രഷർ, വേണമെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റും ആഡ് ചെയ്യാം. യെസ്. എഡ്ഡി കറണ്ട് ഗേജ് വെച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഡെഫിനറ്റ്ലി നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ തിക്നെസ്സും 6,4. ഇനി ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് വെച്ചാൽ LVDT ഒരു ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമറാണ് അല്ലേ. നോക്കുകയാണെങ്കിൽ ഫോഴ്സ് അളക്കാൻ പറ്റും അത് വെച്ച് അല്ലേ. ഫോഴ്സിനെ ഡിസ്പ്ലേസ്മെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് അളക്കാൻ പറ്റും. പ്രഷറിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ പ്രഷറിനെ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമറിലേക്ക് കപ്പിൾ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു. അത് ബോർഡ് ആൻഡ് ട്യൂബ് വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ബോർഡ് ആൻഡ് ട്യൂബ് പ്രൈമറി ആയിട്ടും LVDT സെക്കൻഡറി ആയിട്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോർഡ് ആൻഡ് ട്യൂബിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന പ്രഷർ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കിട്ടും. അപ്പോൾ T വേണമെങ്കിൽ നമുക്ക് എന്തൊക്കെയായിട്ട് റിലേറ്റ് ചെയ്യാം? 1 ആയിട്ട് റിലേറ്റ് ചെയ്യാം, 6 ആയിട്ട് റിലേറ്റ് ചെയ്യാം. യെസ്. അപ്പോൾ മാഗ്നറ്റിക് സർക്യൂട്ട് ട്രാൻസ്ഡ്യൂസർ അതും നമുക്ക് എന്തൊക്കെയായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും? ലിക്വിഡ് ലെവലില്ല, സ്പീച്ച്, മ്യൂസിക്, തിക്നെസ് ഇല്ല, ഫോഴ്സും പ്രഷറും ഡെഫിനറ്റ്ലി പറ്റും അല്ലേ. 1 ഫോഴ്സും പ്രഷറും നമുക്ക് ഡെഫിനറ്റ്ലി പറ്റും. മാഗ്നറ്റിക് സർക്യൂട്ട് ട്രാൻസ്ഡ്യൂസർ. ഇപ്പോൾ മാഗ്നറ്റിക് സർക്യൂട്ടുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോഴ്സ് അളക്കാൻ പറ്റും. മാഗ്നറ്റുകളിലേക്ക് ഇൻപുട്ട് കൊടുത്ത് അതിൻ്റെ മൂവ്മെൻ്റ് ആക്കി മാറ്റി ആ മൂവ്മെൻറ്റ് വരുന്നതനുസരിച്ച് അതിൻ്റെ ഇൻഡക്റ്റൻസ് എങ്ങനെ മാറുന്നു എന്നുള്ളത് നോക്കി we can do calibrate. സോ ഇത്രയും ഓപ്ഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഏകദേശമൊക്കെ മാച്ച് ചെയ്ത് വരുന്നത് ഓപ്ഷൻ. സോ ദീസ് ആർ Q ആക്ച്വലി ഓപ്ഷൻ എ തന്നെയാണ്. ഓപ്ഷൻ എ ആണ് കൂടുതൽ കൺവിൻസിങ് ആയിട്ട് വരുന്നത്. 186. Thermistors are semiconductors having value of temperature coefficient of resistance. തെർമിസ്റ്ററിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് റെസിസ്റ്റൻസ് എന്തൊക്കെയാണ്? ലോ, ഹൈ, 0, നെഗറ്റീവ്. ഡെഫിനറ്റ്ലി ഹൈയും ആണ് നെഗറ്റീവ് ആണ്. ഹൈ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ RTD ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. അപ്പം നമുക്ക് അങ്ങനെ എടുക്കണ്ട. എന്തായാലും 0 അല്ല, ലോ അല്ല. അപ്പം ഹൈ ആൻഡ് നെഗറ്റീവ് ആണ്. പക്ഷേ ഇത് നെഗറ്റീവ് തന്നെയാണ് ഇവിടെ റൈറ്റ് ആൻസർ. കാരണം ശരിക്കും തെർമിസ്റ്റർ ഈസ് ഈക്വൽ ടു NTC എപ്പോഴും എല്ലായിടത്തും ചോദിക്കുന്നതാണ്. അതുപോലെ തെർമിസ്റ്റർ നമുക്ക് മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന തെർമിസ്റ്ററുകൾ, അതായത് 90% തെർമിസ്റ്ററുകളും എന്താണ്? NTC ആണ്. പക്ഷെ 10% തെർമിസ്റ്ററുകൾ കൺഫ്യൂസ് ആവേണ്ട, ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ, PTC ടൈപ്പും ഉണ്ട് കേട്ടോ. PTC ടൈപ്പും 10% ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഭയങ്കര ഡിഫറെൻറ്റാണ്. അപ്പം നമുക്ക് ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ തെർമിസ്റ്റർ ഉപയോഗിക്കുന്നത്. അത് ഈ ഒരു ക്ലാസ്സാണ്. ഇനി 10% തെർമിസ്റ്ററുകൾ PTC ടൈപ്പ് ശരിക്കും ഉപയോഗിക്കുന്നത് ടെമ്പറേച്ചർ അളക്കാനല്ല, പകരം ഫ്യൂസസ് ആയിട്ടാണ്. സാധാരണ ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ ഫ്യൂസ്. നമ്മളിവിടെ ഇങ്ങനൊരു ഫ്യൂസ് വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുക? ഹൈ കറണ്ട് ഫ്ലോ ആയി കഴിഞ്ഞാൽ ഇതിനോട് ബ്രേക്ക് ആയി പോകും അല്ലേ. അപ്പോൾ അതിന് കാര്യം ഒന്നുമില്ല, അതിന് അടുക്കൊരു തെർമിസ്റ്റർ വെക്കും.
അപ്പോൾ തെർമിസ്റ്ററിലൂടെ ഹൈ കറണ്ട് പോയി കഴിഞ്ഞാൽ തെർമിസ്റ്റർ ഹീറ്റാവും. ഹീറ്റായി കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് കൂടണം, കാരണം PTC ടൈപ്പാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ നോർമലി കറണ്ട് എന്ത് ചെയ്യും, കുറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് ലിമിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വെറും ഫ്യൂസസ് എന്നല്ല പറയാൻ പറ്റുക, അതിന് കറണ്ട് ലിമിറ്റിംഗ് ഫ്യൂസസ് അല്ലെങ്കിൽ പ്രോഗ്രാമർ ഫ്യൂസ് അല്ല, കറണ്ട് ലിമിറ്റിംഗ് ഫ്യൂസസ് നമുക്ക് പറയാൻ പറ്റും. ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ അപ്ലിക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ വെഹിക്കിൾസ് ആണ് കേട്ടോ. വണ്ടികളിലാണ് ഉപയോഗിക്കുന്നത്. വണ്ടികളിൽ 2 ടൈപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ടൈപ്പ് ഉപയോഗിക്കുന്നുണ്ട്. വണ്ടികളിൽ NTC ടൈപ്പ് ഉപയോഗിക്കാനുള്ള കാരണം അതിന് ഈസിലി അതിൻ്റെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ പരന്നിട്ടുള്ള 1 രൂപി കോയിൻ്റെ ഷേപ്പിലുള്ള തെർമിസ്റ്റർ എല്ലാം കിട്ടും. അതാണ് ശരിക്കും നമ്മൾ തെർമിസ്റ്റർ എന്ന് ഗൂഗിളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പരന്ന ഒരു രൂപ കോയിൻ്റെ ഷേപ്പ് കൊടുക്കാൻ കാരണം വെച്ചാൽ ഇതിനെ എഞ്ചിൻ്റെ സൈഡിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒട്ടിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈസിനെസ് ഓഫ് യൂസ് ആണ്. അതാണ് നമ്മൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രികളിലൊക്കെ ശരിക്കും സെൻസറുകളായിട്ട് എന്ത് ഉപയോഗിക്കുന്നത്, തെർമിസ്റ്ററുകൾ ഉപയോഗിക്കുന്നത്. തെർമിസ്റ്റർ NTC ആണ്. പിന്നെ ഏത് ലോ ഉപയോഗിച്ചാൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു അല്ലേ. കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെന്നുള്ളൂ. വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ അഗെയിൻ മാച്ച് ദ ഫോളോയിങ് ആണ്. ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള എന്തൊക്കെയാണ്, തെർമോകപ്പിളുണ്ട്, തെർമോപൈലുണ്ട്, മൂവിങ് കോയിൽ ജനറേറ്റർ ഉണ്ട്, പീസോ ഇലക്ട്രിക് പിക്കപ്പ് ഉണ്ട്, ഫോട്ടോ വോൾട്ടേജ് ഉണ്ട്. ഓപ്ഷൻ 2 വെലോസിറ്റി, വൈബ്രേഷൻ, റേഡിയേഷൻ, ലൈറ്റ് മീറ്റർ, സോളാർ സെല്ല്, ടെമ്പറേച്ചർ, സൗണ്ട്, വൈബ്രേഷൻ, ആക്സിലേഷൻ. ഇതിൽ തെർമോപൈൽ എന്ന് പറയുന്നൊരു കാര്യം ആക്ച്വലി വേറൊന്നുമല്ല, ഒന്നിലധികം തെർമോകപ്പിളുകളെ സീരീസ് ആയിട്ടോ പാരലായിട്ടോ കണക്ട് ചെയ്തിട്ട് വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ് ആക്ച്വലി തെർമോപൈൽ. അപ്പോൾ തെർമോപൈൽ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഒന്നിലധികം തെർമോകപ്പിൾസ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഇവിടെ ഇതൊക്കെ തെർമോകപ്പിൾസ് ആണ്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം 1 ആണ് ജനറേറ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ ടോട്ടൽ ഔട്ട്പുട്ട് 4 കിട്ടി അല്ലേ. അങ്ങനെ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് തെർമോകപ്പിൾസിനെ സീരീസ് ആയി കണക്ട് ചെയ്യുന്നതിനും പറയും, പാരലായിട്ട് കണക്ട് ചെയ്യുന്നതിനും പറയും. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഗുണം കൂടി കിട്ടും, അതിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാൻ പറ്റും. അത് എന്ത് സാധനം അങ്ങനെയാണ് കേട്ടോ. എന്ത് സെൻസറാണെങ്കിലും നമ്മൾ പാരലായിട്ട് ഒരെണ്ണം കൂടി വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെൻസിറ്റിവിറ്റി അല്പം കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കം ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇതിൽ എന്തൊക്കെയാണുള്ളത്, തെർമോകപ്പിളാണെന്ന് തെർമോകപ്പിൾ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടിയില്ലേ. ടെമ്പറേച്ചർ എന്ത് ടെമ്പറേച്ചറാണ്, വെരി ഹൈ ടെമ്പറേച്ചറാണ് കേട്ടോ. ഇനി തെർമോപൈൽ എന്തിനു വേണ്ടിയിട്ടാണ്, അത് റേഡിയേഷൻ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം റേഡിയേഷൻ ഡിറ്റക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ കൂടുതൽ സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. സെൻസിറ്റിവിറ്റിയും കൂടും, അതിന് കൂടെ തന്നെ ഗെയിനും കൂടും. റൈറ്റ്, ഈ പർപ്പസ് കൊണ്ടാണ് തെർമോപൈൽ റേഡിയേഷൻ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി മൂവിങ് കോയിൽ ജനറേറ്റർ ഇതിന് വേണ്ടിയിട്ടാണ് വെലോസിറ്റി അല്ലെങ്കിൽ വൈബ്രേഷൻ. അടുത്തത് പീസോ ഇലക്ട്രിക് പിക്കപ്പ് എന്നതിന് വേണ്ടിയിട്ട് വൈബ്രേഷൻ ഇവിടെ ഉണ്ട് അല്ലേ. സോ സൗണ്ട്, വൈബ്രേഷൻ, ആക്സിലറേഷൻ എല്ലാം ഡൈനാമിക് ആയിട്ടുള്ള ആൻസേഴ്സ്. ഫോട്ടോ വോൾട്ടേജ് ഇതായിട്ട് ബന്ധപ്പെട്ടതാ ലൈറ്റ് മീറ്റർ ഉണ്ട് അല്ലേ. ലൈറ്റ് മീറ്റർ ഓക്കെ. അപ്പം ലൈറ്റിൻ്റെ ഒരു ഉപയോഗിക്കാത്ത യൂണിറ്റാണ് ലക്സ് കേട്ടോ. ലക്സ്, അപ്പാർട്ട് ഫ്രം കാൻഡില ദർ ഇസ് എ നെയിം കോൾഡ് ലക്സ്. സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഡ്വാൻറ്റേജ് ഓഫ് LVDT. അഡ്വാൻറ്റേജ് ചോദിച്ചിരിക്കുന്നത് 0.05% linearity and finite resolution, rugged, less friction, high output and high sensitivity. സോ ഇത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്, അഡ്വാൻറ്റേജ് ആണ്. റഗ്നെസ്, നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള ടൈറ്റ് ആയിട്ടുള്ള ഡിസൈനാണ്, സ്ട്രോങ് ആയിട്ടുള്ള ഡിസൈനാണ്, ലെസ് ഫ്രിക്ഷൻ, നല്ല സ്മൂത്താണ്. ഹൈ ഔട്ട്പുട്ട് ആൻഡ് ഹൈ സെൻസിറ്റിവിറ്റി, യെസ് ഇസ് ഓൾ പോസിറ്റീവ് തിങ്സ്. ലോ ഹിസ്റ്ററിസിസ് ആണ്, ലോ പവർ കൺസപ്ഷനുമാണ്. അപ്പോൾ ഇതിൽ എല്ലാ അഡ്വാൻറ്റേജ് ആണ് LVDTയുടെ, എല്ലാം നത്തിങ് ഒന്നും എന്താ പറയുക അഡ്വാൻറ്റേജ് അല്ലാത്തതല്ല.
അപ്പോൾ ഇവിടെ 5% ലീനിയാരിറ്റി കുറവാണല്ലോ എന്ന് വിചാരിക്കേണ്ട. ആ ലീനിയാരിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് നോൺ ലീനിയാരിറ്റിയിലാണ്. യെസ്. അപ്പം നമ്മളൊരു ഗ്രാഫ് വരച്ചു. ഇങ്ങനെയാണ് സാധനം പോകേണ്ടത്, പോയിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇതിനൊരു ലീനിയാരിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ, മാക്സിമം ലീനിയാരിറ്റി. അതെങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു. ഈ മാക്സിമം എന്താ പറയുക ഡിഫറൻസ് വരുന്ന സ്ഥലത്തെ ഈ റീഡിങ് എടുക്കുക, ഇതിൻ്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷനായിട്ട് അത് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നോൺ ലീനിയാരിറ്റി കിട്ടും. ഓക്കെ, റൈറ്റ്. അപ്പോൾ അതൊന്നുമല്ല 1 - x എന്ന് പറയുന്ന ഒരു, ഇപ്പം നമ്മൾ 1 - ആക്യുറസി ഇൻ പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു എററിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്ന പോലെ തന്നെ. സോ ഇതുകൊണ്ട് ഇവിടെ ലീനിയാരിറ്റി കുറവാണല്ലോ, അതൊരു അഡ്വാൻറ്റേജ് അല്ലല്ലോ എന്ന് വിചാരിക്കേണ്ട. സോ ദിസ് ഈസ് റൈറ്റ് ആക്ച്വലി ബിക്കോസ് വി എക്സ്പ്രസ് എവറിത്തിങ് ഇൻ ടേംസ് ഓഫ് നോൺ ലീനിയാരിറ്റി. Move to the next question. The output signal of LVDT for sinusoidal displacement of a core is. Sinusoidal displacement എന്ന് വെച്ചാൽ ഇതിനുള്ള കോർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്ത് കൊടുക്കുകയാണ്. സൈനുസോയിഡൽ പാറ്റേണിൽ ഇത്തരത്തിലുള്ള മൂവ്മെൻ്റ് നടത്തുകയാണ്. അല്പം ഉള്ളിലേക്ക് പോകുന്നു, പിന്നെ പുറത്തേക്ക് വരുന്നു, ഉള്ളിലേക്ക് വരുന്നു, പുറത്തേക്ക് പോകുന്നു, ഇത്തരത്തിൽ മൂവ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ കിട്ടുന്ന വോൾട്ടേജ് ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. യെസ്, ഫ്രീക്വൻസി മോഡുലേറ്റഡ് വോൾട്ടേജ് ആണോ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വോൾട്ടേജ് ആണോ, ബോത്ത് എ ആൻഡ് ബി ആണോ, അതോ ഫേസ് മോഡുലേറ്റഡ് വോൾട്ടേജ് ആണോ? നോ ഡൗട്ട് നമുക്ക് കിട്ടുന്നത് ഫ്രീക്വൻസി മോഡുലേറ്റഡ് വോൾട്ടേജ് ആണ്. ഫ്രീക്വൻസി മോഡുലേറ്റഡ് വോൾട്ടേജ് ആണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുക. പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സ് ഓഫ് an LVDT are wound on a tube of. LVDTൻ്റെ ഉള്ള കോയിൽസ് വൈൻഡ് ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ മുകളിലാണ്? ഫെറൈറ്റ്, ലാമിനേറ്റഡ് ഷീറ്റ്സ് ഓഫ് CRG, ഇൻസുലേറ്റർ ലൈക്ക് പേപ്പർ ബോർഡ്, എനി ഓഫ് ദിസ്. ഫെറൈറ്റിൻ്റെ മുകളിൽ വൈൻഡ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഫെറൈറ്റ് ഇൻസുലേറ്റഡ് ആയിരിക്കണം. ഇൻസുലേറ്റഡ് ആണെന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ, പോസിബിൾ ആയിട്ടുള്ള ആൻസർ ഇൻസുലേറ്റർ ലൈക്ക് പേപ്പർ ബോർഡാണ്. ഈ ലാമിനേറ്റഡ് ഷീറ്റ്സ് വെച്ച് നമുക്ക് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഷേപ്പിലുള്ള ഇങ്ങനെയുള്ള എന്താ പറയുക സ്ട്രക്ചറിൻ്റെ മുകളിൽ വൈൻഡിങ് കൊടുത്ത് ട്രാൻസ്ഫോമർ ഉണ്ടാക്കുന്നതല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഈ ഇങ്ങനെ ആയിരിക്കും, അടുത്ത ഈ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് ഈ ഷീറ്റുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു സോൾവെൻറ്റിൽ ഡിപ്പ് ചെയ്യും. ലാക്വർ എന്ന് പറയുന്നത് സോൾവെൻറ്റിൽ ഡിപ്പ് ചെയ്ത ശേഷം അതിനെ ഒരു പെയിൻറ്റ് ചെയ്തതുപോലെ ഒരു എഫക്റ്റ് അതിൻ്റെ മുകളിലുണ്ടാവും. അതിൻ്റെ മുകളിലൊരു ഇൻസുലേഷൻ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ടാണ് വൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ പറയുന്നത് ഇൻസുലേറ്റേഴ്സ് ലൈക്ക് പേപ്പർ ബോർഡാണ്. തെർമോകപ്പിൾ ഹാസ് ടൈം കോൺസ്റ്റൻറ്റ് വിച്ച് ഈസ് ലോ when spare, high when spare, low when provided with a sheet, high when spare. അപ്പം തെർമോകപ്പിളിന് ടൈം കോൺസ്റ്റൻറ്റ് ഏറ്റവും മിനിമലായിരിക്കുന്നത് സ്നോവർ, ബട്ട് ലോ വെൻ സ്പെയർ. ഓക്കെ, ടൈം കോൺസ്റ്റൻറ്റ് വളരെ കുറവായിരിക്കുന്നത് അത് ബെയർ കണ്ടീഷനിലാവുമ്പോൾ. So move on to the next one. Law of intermediate metals in thermocouple allows them to use option A, extension wires of materials other than the one used to make thermocouples, meters to measure without disturbing the circuit conditions, reference junction compensation. അപ്പോൾ ഇതിൽ ഡെഫിനറ്റ്ലി റെഫറൻസ് ജംഗ്ഷൻ കോമ്പൻസേഷൻ ഈസ് സംതിങ് റിലേറ്റഡ് ടു ലോ ഓഫ് ഇൻ്റർമീഡിയറ്റ് മെറ്റൽസ്. അപ്പോൾ അതിൽ മീറ്റേഴ്സ് ടു മെഷർ വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ സർക്യൂട്ട് കണ്ടീഷൻസ്, ഇതും റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് കൂട്ടാം. സോ ഇവിടെ ഡി, യെസ്, ഇവിടെ കൊടുത്തിട്ടുണ്ട് ബോത്ത് ബി ആൻഡ് സി. 193. Piezoelectric accelerometers should be used with a monitoring source of low impedance for low frequencies with frequencies below 100 Hz at low natural frequency. At low frequency ആണ്, നോട്ട് at below natural frequency, not below 100 Hz. നമുക്ക് ജനറലൈസ്ഡുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് തന്നെ പോകാം ഫോർ ലോ ഫ്രീക്വൻസീസ്. അപ്പോൾ പീസോ ഇലക്ട്രിക് ആക്സിലറോമീറ്റേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസിയിലാണ്. ഹൈ ഫ്രീക്വൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ട്രാൻസ്ഡ്യൂസർ സെറ്റപ്പുകൾ അവൈലബിൾ ആണ്.
Yes, two strain gauges are used to measure strain in a cantilever. One gauge is mounted on the top of the cantilever and the other is placed at the bottom. The two strain gauges form two arms of a voltage sensitive eastern bridge. This bridge configuration is called ഇപ്പോൾ ഒരു ക്യാൻറ്റിലിവർ ഉണ്ട്, ഇത്തരത്തിൽ നിൽക്കുന്നൊരു ക്യാൻറ്റിലിവർ ഉണ്ട്. ഈ ക്യാൻറ്റിലിവറിന് മുകളിൽ ഒരു വെയിറ്റ് വയ്ക്കുമ്പം ഇത് ബെൻഡാവും. ഇത് എത്തരത്തിൽ ബെൻഡാവും, ചെറിയ രീതിയിലുള്ള ബെൻഡ് ഉണ്ടാവും. ഈ ബെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മുകളിൽ ഒരു സ്ട്രെയിൻ ഗേജ് വെച്ചു, താഴെ ഒരു സ്ട്രെയിൻ ഗേജ് വെച്ചു. ഇത് എന്ത് സെറ്റപ്പാണെന്ന് ചോദിക്കുന്നത്. ഫുൾ ബ്രിഡ്ജ് ആണോ, ഹാഫ് ബ്രിഡ്ജ് ആണോ, ക്വാർട്ടർ ബ്രിഡ്ജ് ആണോ, നൾ ബ്രിഡ്ജ് ആണോ? ഇതിനെയാണ് ഹാഫ് ബ്രിഡ്ജ് സെറ്റപ്പ് എന്ന് പറയുന്നത്, ഹാഫ് ബ്രിഡ്ജ് സെറ്റപ്പ്. ഓക്കെ, ഇനി ഇതിൽ ട്വിസ്റ്റിംഗ് ഒക്കെ വരികയാണെങ്കിൽ, അതായത് ഷാഫ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഷാഫ്റ്റാണ്, ഈ ഷാഫ്റ്റിന് ടോർഷൻ വരികയാണെങ്കിൽ നമ്മൾ 4 സ്ട്രെയിൻ ഗേജുകൾ ഇത്തരത്തിൽ വയ്ക്കാറുണ്ട്. അതുപോലെ നമുക്ക് ഇത് എങ്ങോട്ടാണ് ട്വിസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല, ഏത് ഡയറക്ഷനിലാണ് സ്ട്രെയിൻ വരാമെന്ന് അറിയില്ല എന്നൊക്കെയാണ് കണ്ടീഷനെങ്കിൽ അവിടെ വയ്ക്കുന്ന സ്ട്രെയിൻ ഗേജുകളുടെ കോമ്പിനേഷൻ നമ്മൾ പറയുന്ന പേരാണ് റോസെറ്റ്. ഓക്കെ, അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ അനാലിസിസ് കാണത്തില്ലേ, വലിയ ബിൽഡിങ്ങിൻ്റെ ഒക്കെ തൂണുകളൊക്കെ തകരാറിലാവുമോ അല്ലെങ്കിൽ എത്ര സ്ട്രെയിൻ വരുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പല ആംഗിളുകളിൽ പല ഏരിയയിൽ ഇത്തരത്തിലുള്ള 4 സ്ട്രെയിൻ ഗേജസിൻ്റെ കോൺഫിഗറേഷൻസ് ഒട്ടിച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ പറയുന്ന പേരാണെന്ത്, റോസെറ്റ്സ്. സ്ട്രക്ചറൽ അനാലിസിസ് ഒക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫർദർ ഇതിന് തുടർന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.